ഹലോ, എല്ലാവർക്കും ശിങ്കന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല വാഴ ഇലയിൽ എങ്ങനെ വളരെ പെട്ടെന്ന് കരിമീൻ പൊള്ളിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ അതെ 2 കരിമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിലത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്താലും ഒരു ചെറുമണമൊക്കെ ചിലപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനെ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മണമൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ കരിമീൻ. അപ്പോൾ അതെ ഇനി നമ്മളിവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് വരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമുക്കിതേ 2 കരിമീനും നന്നായിട്ടൊന്ന് വരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതെ ഞാൻ ഇതിനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ചാലിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് മീനിന്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ സാധാരണ മീൻ വറുക്കണ രീതി തന്നെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മീനുമ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അതുമ പിടിക്കും. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഇത് നല്ല ഡീപ്പായിട്ടൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഇട്ട് കൊടുക്കുക. ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ അത് 1/2 കപ്പ് നാളികേരം ഇതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ നാളികേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും നമുക്ക് ഇടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ഇടിച്ചെടുക്കാം. അപ്പം അതിന് മുന്നായിട്ട് ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ഈ വറുത്ത് വെച്ച നാളികേരത്തിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ 2.5 ടീസ്പൂൺ കേട്ടോ. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഒന്ന് ഇതിൽ കിടന്നിട്ട് ഇതിനെയും കൂടി ഇതിൽ കിടന്നിട്ട് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ ഒരു കുത്തുണ്ടാവും നമ്മളിത് പൊള്ളിച്ചെടുക്കുമ്പോൾ. അപ്പൊ ആ ഒരു പൊള്ളിച്ച ടേസ്റ്റ് ചിലവർക്ക് അത്ര പിടിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി ഇട്ടിട്ട് ഇതിനൊന്നും കൂടി മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഗ്യാസ് സ്റ്റൗമ്മ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനൊക്കെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് ഉണ്ടല്ലോ അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ മീൻ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്നും അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗം. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതേ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യണ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പ്ലേറ്റിലേക്ക് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെടുത്തിട്ട് ഒരു വാഴയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഈ അരപ്പ് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊരു ശേഷം ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. മറ്റു രീതിയിലാണെങ്കിൽ നമ്മൾ സവോളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു വേറൊരു രീതിയിൽ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്തിരി വിനീഗർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സാധാരണ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന വിനീഗറാണിത്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ദേ വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് വേണം. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് വാട്ടിയെടുത്തിട്ടുള്ള വാഴയില ഉണ്ടല്ലോ, ഈ വാഴയില ഇവിടെ വെക്കാം. ഇത് മെൽക്കി ഒരു കഷ്ണം വറുത്ത് വെച്ചുള്ള മീനും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മീനിനെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡൊന്ന് മറച്ചിട്ടിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ ഈ ഭാഗം കൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിത്തിരി പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ അങ്ങനെ ഇതും കൂടി കവർ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഇനി ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മടക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ വാഴനാരുണ്ടല്ലോ, അപ്പോൾ ഈ വാഴനാര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ വാഴനാരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാഴനാരൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇത്തിരി കട്ടിയുള്ള നൂലുണ്ടല്ലോ, ആ നൂല് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാട്ടോ. അപ്പം ഇത് നമ്മളിനി കെട്ടുമ്പോൾ ഇതിൻ്റെ 4 സൈഡൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇനി ഇതിനൊന്ന് പൊള്ളിച്ചെടുക്കില്ല. പൊള്ളിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് തിരിച്ചു മറിച്ചിടുമ്പോൾ അത് വിട്ടുപോരും ആ നൂല്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടി വെക്കുന്നത് കേട്ടോ. ഇനി ഇതേ രണ്ടാമത്തതും കൂടി നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഒന്നിങ്ങനെ തേച്ചിട്ട് ഇതിനെയും കൂടി നല്ല രീതിയിൽ തന്നെ കെട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ അതേ നമ്മൾ 2 എണ്ണം ഇവിടെ നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഇതേ നമ്മൾ വറുത്തെടുത്ത പാൻ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കെട്ടി വെച്ചിട്ടുള്ള മീനിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 15 മിനിറ്റ് പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ സൈഡും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് കിട്ടുള്ളൂ. അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ 2 സൈഡും 2 എണ്ണം നമ്മളിവിടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പൊള്ളിച്ചെടുത്തതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ അതേ ഞാനിവിടെ ഓരോന്നായിട്ടൊന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കും നിങ്ങൾ. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് പൊള്ളിച്ചത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യണതിന് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് കളറും ഡാർക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇത് ഈ സൈഡ് എനിക്ക് അത്ര ഡാർക്ക് ആയിട്ടില്ല, പക്ഷെ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് തന്നെ ഡാർക്ക് ആയി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാനായിട്ട് കാണിച്ചു തരാം കേട്ടോ മറിച്ചിടുമ്പോൾ. അപ്പം ഇത് മൊത്തം നമ്മൾ ഒന്നും കൂടി തുറന്ന് നോക്കാം കേട്ടോ, രണ്ടാമത്തേതും കൂടി. അപ്പം അതേ രണ്ടാമത്തെ ഞാനിവിടെ തുറന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കരിമീൻ പൊള്ളിച്ചത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പപ്പണിയാണിത് അല്ലേ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമായിട്ടുള്ള ഒരു കരിമീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയിക്കണേ.
അപ്പൊ ദേ ഞാൻ അപ്പുറത്തെ സൈഡ് ഒരെണ്ണത്തിന്റെ ഒന്ന് മറച്ചിട്ടതാണ് കേട്ടോ. അവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ആ വാഴല നന്നായിട്ട് പതിഞ്ഞിരിക്കുന്നത് ഭാഗമായതുകൊണ്ടാണ് അവിടെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഈ ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പുറത്തത് ടേസ്റ്റ് ഇല്ല എന്നല്ല, എന്നാലും ഫ്രൈ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അപ്പൊ അതെ ഇത് ഞാൻ നന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.